സർക്കാർ പട്ടയം ലഭിച്ച് 12 വർഷം പിന്നിട്ടിട്ടും സ്വന്തമായി ഭൂമിയില്ലാതെ ഇടുക്കി വാഗമണിലെ 24 കുടുംബങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള 2.5 ഏക്കറോളം ഭൂമിയിലാണ് സർക്കാർ പട്ടയം അനുവദിച്ചിരിക്കുന്നത്. ഒരു തുണ്ട് ഭൂമിയുടെ അവകാശത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ കുടുംബങ്ങൾ. ഇതുപോലെ തന്നെ എനിക്കും ഇവരുടെ കൂടെ എനിക്കും കിട്ടിയ പട്ടയമാണ്. ഇന്ന് തരാം നാളെ തരാമെന്ന് പറയും. ഇന്ന് ഇതുവരെ കണ്ടെത്തി തന്നിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക. എനിക്ക് 1 സെന്റ് ആ ഭൂമി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മരിക്കുന്ന വരുമ്പോൾ നമുക്കൊരു വീട് വെച്ച് അതിനകത്ത് കിടക്കണം എന്നുള്ളൊരു എനിക്ക് ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു പെമ്മക്കടെ വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ. തലമുറകളായി വാഗമണ്ണിലെ തണുപ്പിലും കുളിരിലും ജീവിക്കുന്ന തൊഴിലാളി കുടുംബങ്ങൾ. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി സ്വപ്നം കണ്ടിരുന്ന 24 കുടുംബങ്ങൾക്കാണ് സർക്കാർ പട്ടയം അനുവദിച്ചത്. എന്നാൽ പട്ടയഭൂമിയിൽ സ്വകാര്യ വ്യക്തി ഉടമസ്ഥാവകാശം ഉന്നയിച്ചതോടെ കുടുംബങ്ങൾ പ്രതിസന്ധിയിലായി. പീരുമേട് തഹസിൽദാർ ഓഫീസറോട് എന്തുകൊണ്ട് ഇവർക്ക് പട്ടയം ഭൂമി കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചില്ല എന്ന് അന്നത്തെ കളക്ടറായിരുന്ന എച്ച് ദിനേശൻ സാറ് അവരോട് ചോദിക്കുകയും അപ്പോൾ അവർ പറഞ്ഞത് ഈ ഭൂമി എന്തോ പ്രശ്നത്തിൽ കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പട്ടയം നിങ്ങൾ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 15 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഭൂമി കണ്ടെത്തി കൊടുത്തോളാം, ഇതിന് പകരമായിട്ട് വേറെ എവിടെയെങ്കിലും ഭൂമി കണ്ടെത്തി കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ നാൾ വരെ ഞങ്ങൾക്ക് ഭൂമി കണ്ടെത്തി തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ പട്ടയഭൂമിയിൽ അതിരുതിരിക്കാൻ എത്തിയപ്പോഴാണ് സ്വകാര്യ വ്യക്തിയുടെ പട്ടയഭൂമിയാണെന്ന് കുടുംബങ്ങൾ അറിയുന്നത്. നാളെ ഇന്ന് വരെയായിട്ട് അവർ ഈ ഓരോ സ്ഥലങ്ങളിലും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കയറി ആ ജനങ്ങൾ മൊത്തം വഴിയാധാരമായിരിക്കുക. അവർ ഇപ്പം വാടക വീട്ടിലാണ് കിടക്കുന്നത്, താഴെ പട്ടിണിക്കാരാണ്. അവർക്ക് പട്ടയം ഉണ്ടായ ശേഷം ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് നമ്മുടെ ചോറ്റുപാറയിൽ ഇതുപോലെ തന്നെ 10-32 പേർക്ക് പട്ടയം കൊടുത്ത് 3 സെൻറ്റ് സ്ഥലം കൊടുത്ത് ഇവരെ അവഗണിച്ചുകൊണ്ട്. അപ്പം ഇത് കണ്ടിരിക്കുന്ന റവന്യൂ അധികാരികൾ ഈ പട്ടയം ഉള്ള ആൾക്കാർക്ക് ഇതിനുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. വില്ലേജ് ഓഫീസ് മുതൽ കളക്ടറേറ്റ് വരെ കുടുംബങ്ങൾ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകൾ ഇല്ല. 2013 24 കുടുംബങ്ങൾക്കായി പട്ടയം പതിച്ചു നൽകിയ ഭൂമിയാണിത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ച പട്ടയഭൂമിയിൽ അതിര് തിരിക്കാനെത്തിയപ്പോഴാണ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് പട്ടയം അനുവദിച്ചതെന്ന് ഈ കുടുംബങ്ങൾ അറിയുന്നത്. വർഷങ്ങൾ പലതും കടന്നുപോയി. ഒരു തുണ്ട് ഭൂമി സ്വന്തമായി ഇല്ലാണ്ട് ഇപ്പോഴും വാടക വീടുകളിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. വാഗമണിൽ നിന്ന് ക്യാമറമാൻ സനൽ ഇലമ്പച്ചിക്കൊപ്പം ജോയിമോൻ ജോസ്, ന്യൂസ് മലയാളം.